Hello everybody, this is Jincy from Gems Abroad. Today we're going to discuss about the tips and tricks of Read Aloud. Before we get into the video, if you have not subscribed to our channel, kindly subscribe, and if you need any online coaching, you can just contact us. So let's begin the topic. Hello everyone, this is Jincy from Gems Abroad. We're going to discuss the tips and tricks for doing Read Aloud. Read Aloud എന്ന് പറയുമ്പോൾ lot of confusions ഉണ്ട്. ഇതെങ്ങനെയാണ് read aloud ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് സ്കോർ കൂട്ടാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് കുറേ queries ആയിട്ട് കിട്ടുന്നുണ്ട്. So I thought of doing a video on read aloud. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ what is read aloud എന്ന് നോക്കുമ്പോൾ you will find it difficult. So read aloud is nothing but അത് സ്പീക്കിംഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് PTE we have 4 modules starting with speaking, second is writing, third is reading, and the fourth one is listening. So അതിൽ ഫസ്റ്റ് സ്പീക്കിംഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് read aloud. സ്പീക്കിംഗിൽ തുടങ്ങുന്നതിന് മുന്നേ we have our personal introduction which is not being marked, just നിങ്ങളൊന്ന് comfortable ആക്കാൻ വേണ്ടിയാണ്, റിലാക്സ് ആക്കാൻ വേണ്ടിയാണ് personal introduction ഒന്ന് മാർക്ക് ചെയ്യുന്നില്ല. അത് കഴിയുമ്പോൾ തന്നെ സ്പീക്കിംഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ read aloud you will be having it. So read aloud is nothing but you will be in screen la ningoru passage കാണാൻ പറ്റും. Passage you have to read it. So read aloud കേൾക്കുമ്പോഴത്തേക്കും കുറേ പേര് reading aloud ആണോ, and lot of queries വരുന്നുണ്ട് exam center, lot of noises കേൾക്കുന്നുണ്ടത്. അതായത് ഒരാളിപ്പം ശബ്ദത്തില് like when they start to read, like the rest അവരും വിചാരിക്കും okay we have to also read it, അത്രയും സൗണ്ട് എടുത്ത് വായിക്കണം എന്ന് ഓർത്ത് everybody started to read aloud. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ you will lose your marks. So read aloud is nothing but reading the passage എന്ന ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ വായിച്ചാൽ മാത്രം മതി. സോ നമ്മൾ ഇതിനകത്ത് മാർക്കിംഗ് ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ ഫ്ലുവൻസി 5, pronunciation 5, and concept 5. Read aloud mark contribute towards reading and speaking. So reading in a mark, you have to pronounce word with much clarity. Clear ആയിട്ട് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. അതിൽ ആക്സെന്റും ഫേക്ക് ആക്സെന്റ് ഇടുക, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൗണ്ട്സ് നമുക്ക് നോർമലി എങ്ങനെയാണോ ഒരുപാട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയുന്നത് ആ രീതിയിൽ പ്രൊനൗൺസ് ചെയ്താൽ മതി. നമ്മൾ പ്രൊനൗൺസ് ചെയ്ത വേർഡ് സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലായാൽ മതി. സോ അപ്പം അത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിറ്റിയോടെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളതിനെ റീഡ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് വേർഡ് തൊട്ട് റീഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നോർമൽ പേസിൽ വായിച്ചാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് ഒരു 2 ലൈനുള്ള പാസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലൈക്ക് എത്ര സ്പീഡിൽ ഇത് വായിക്കണം. എന്റെ 2 ലൈൻ പാസേജ് ആണെങ്കിൽ യു ക്യാൻ ലൈക്ക് ഫിനിഷ് ഇറ്റ് ഓഫ് 17 സെക്കൻഡ്സിൽ തീർക്കാൻ പറ്റും. ബട്ട് ദെൻ ഒത്തിരി സ്പീഡ് എടുത്ത് 15-30 പോകുമ്പോഴത്തേക്കും ചില വേർഡ്സ് it will not be pronounced. നമ്മൾ ആ സ്പീഡിലാണ് വായിക്കുന്നത്, പക്ഷെ കുറച്ച് വേർഡ്സ് പ്രൊനൗൺസ്ഡ് ആവത്തില്ല. സോ അങ്ങനെ പ്രൊനൗൺസിയേഷൻ വരുമ്പോഴത്തേക്കും കോണ്ടന്റ് കുറയും. അഗൈൻ നിങ്ങൾക്ക് സ്പീക്കിംഗിൽ നമുക്ക് ഫ്ലുവൻസിക്ക് മാർക്ക് കിട്ടും, പക്ഷേ റീഡിംഗ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. Again, when you do read aloud, നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴും don't practice read aloud in a silent area. See, if you are practicing a read aloud, if you're doing any mock test or section wise ഒക്കെ എടുക്കുമ്പോഴത്തേക്കും you can practice by switching on the TV. If you're nearby television, you can switch on your TV or you can play some music in middle ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ you will be getting adapted to the noisy environment. അങ്ങനെയാണ് പ്രാക്ടീസ്. ഒരിക്കലും സ്പീക്കിംഗ് ഒരു സൈലന്റ് ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാം. ബട്ട് ദെൻ എക്സാമിൽ അങ്ങനെ ഒരു നോയ്സി എൻവയറമെന്റ് വരുമ്പോൾ യു വിൽ ബി find it very difficult to handle those environments. So അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീക്കിങ്ങിന് മാത്രമേ അങ്ങനെ ഇഷ്യൂസ് വരുന്നുള്ളൂ. So when you do your read aloud, switch on your television and sound കേട്ടിട്ട് തന്നെ just doing your read aloud. And the second question ആണ് നമ്മൾ read aloud വായിച്ചു കഴിഞ്ഞു. അപ്പൊ ചിലരുടെ ചോദ്യമാണ് do I want to wait for the recorder to stop? No. As soon as you finish reading the passage, click the submit button, go for the next question. You don't want to wait for the recorder to stop. അങ്ങനെ റെക്കോർഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ആ ഒരു കുറച്ച് സമയം
അത് നമ്മൾ സൈലൻസ് ആണ്, നമ്മളൊന്നും പറയുന്നില്ല. അത് അപ്പുറത്തിരിക്കുന്നവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തോ ഓട്ടോമാറ്റിക്കലി അവർ ചിലപ്പോൾ റീഡ് ഔട്ടോ പ്രീ സെന്റൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ വോയിസ് ഇതിനകത്ത് റെക്കോർഡ് ആവും. സോ നമ്മൾ വൺസ് when you finish off reading the passage, നമ്മൾ ഒന്നും നോക്കുന്നത് click the summit and go for the next question. So I'll share you I'll on my screen to show how read aloud will look like. So ഇതാണ് read aloud. Read aloud, you can see, look at the text instruction. In 35 seconds, you must read this text aloud as naturally. Natural ആയിട്ട് pronounce ചെയ്യാനാ പറയുന്നത്. And clearly as possible. You have 40 seconds to read aloud. Simple. നമ്മൾ read aloud എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഒരു ബുക്ക് എങ്ങനെയാണ് വായിക്കുന്നത്, ന്യൂസ് പേപ്പേഴ്സ് എങ്ങനെയാണ് വായിക്കുന്നത്, അതേ ഒരു ഫ്ലോയിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ഫ്ലോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വായിച്ചാൽ തന്നെ ഓക്കെ മാർക്സ്. അപ്പം then ധൃതി വെച്ച് ഒത്തിരി സ്പീഡ് കൂട്ടാനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഒത്തിരി സ്പീഡ് പറയുമ്പോഴത്തേക്കും ചില വേർഡ്സ് ഇറ്റ് വിൽ നോട്ട് ബി പ്രൊനൗൺസ്ഡ്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഡോണ്ട് കറക്റ്റ്. നമ്മള് അതിലൊരു വേർഡ് തെറ്റിയാൽ ചിലത് ചെയ്യുന്നതാണ് അത് പോയത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ തെറ്റിയെങ്കിൽ കുഴപ്പമില്ല, ഗോ വിത്ത് ദ ഫ്ലോ, ഡു ഗോ ആൻഡ് അഗൈൻ ഇടയ്ക്ക് കുറച്ച് പോസസ്, കുറെ നേരം അധികം പോസ് എടുക്കരുത്. നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് കാണുമെങ്കിൽ ജസ്റ്റ് ഒരു breathe, you can take it and you can go for the next one. എന്ന് പറഞ്ഞൊരു നാച്ചുറൽ പോസ് ആണ്. ബട്ട് ദെൻ ടേക്കിംഗ് അത്രയും ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി മൾട്ടിപ്പിൾ പോസസ് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ അഫക്ട് യുവർ ഫ്ലുവൻസി. സോ വെൻ യു സ്റ്റാർട്ട് റീഡിംഗ് ഇറ്റ്, സ്റ്റാർട്ട് ഫിനിഷ് ഇറ്റ് ഓഫ്. ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ്, പങ്ക്ച്വേഷൻസ്, കോമ ഒക്കെ കാണുമ്പോഴത്തേക്കും യു ക്യാൻ ടേക്ക്. നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ബട്ട് ഒത്തിരി നേരം പോസ് എടുക്കാതെ വായിച്ചാൽ മതി. ആൻഡ് ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ട് വേർഡ് യു കൻ ജസ്റ്റ് സ്കിപ്പ്. നമ്മൾ അത് പോയിട്ട് വെറുതെ പ്രൊനൗൺസ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഫോർ എക്സാമ്പിൾ എക്സ്പീരിയൻസ് പിന്നെയും 2 പ്രാവശ്യം എടുത്ത് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലുവൻസി എഫക്ട് ചെയ്യും. സോ തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും ഡോണ്ട് ലൈക്ക് അത് പോയി തിരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യാനോ അതിനെ പോയി നോക്കാനോ പോകണം. ജസ്റ്റ് റീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു നേരത്തെ അതിനാണ് പറയുന്നത് ഈ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ വാ തുറന്ന് സംസാരിക്കണം. ചിലര് മൗനമായിട്ട് വായിക്കുമ്പോഴത്തേക്കും വെൻ യു ആ റെക്കോർഡർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും you will find it difficult. And most probably കണ്ടുവരുന്ന കാര്യമാണ്. റീഡ് അലൗഡ് നമ്മൾ 35 seconds പ്രിപ്പറേഷൻ ടൈമോട് ആ ടൈമിൽ പ്രിപ്പയർ ചെയ്യും. ആൻഡ് വൺസ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബീപ്പ് കേൾക്കും, റെക്കോർഡർ സ്റ്റാർട്ട് ആവും. ആ റെക്കോർഡർ സ്റ്റാർട്ട് ആവുന്നു നോക്കിയിട്ടേ നമ്മൾ അത് പറയാൻ ശ്രമിക്കാവൂ. ചിലരുടെ നോക്കുമ്പോൾ 0 seconds തന്നെ സ്റ്റാർട്ടിങ്, അപ്പൊ അവിടെ അത് റെക്കോർഡ് ആകത്തില്ല. സോ 1 അതായത് 0 1 തുടങ്ങി കഴിയുമ്പോൾ you can start. And then before 3 seconds you have to start reading the passage. 3 seconds കഴിഞ്ഞാണ് വായിക്കുന്നത്, it will not be recorded. So നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0 കഴിഞ്ഞിട്ട് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് 1 second സ്റ്റാർട്ട് ചെയ്യുമ്പോൾ we have to read the passage. 0 second തന്നെ നിങ്ങൾ വായിച്ചാൽ it will not get recorded and you will not get the marks also. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റീഡ് അലൗഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇയർ ആയിരിക്കും 1946 അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, 1946. ഓക്കെ. ആൻഡ് അതുപോലാണ് റേഷ്യോ, അതായത് 4:5 എന്ന് പറയുമ്പോൾ നമ്മൾ 4:5 അല്ല 4:5 അങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കണം. ട്രീഡിലും ഇയേഴ്സ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1946 1946 ആണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. 1946 പ്രൊനൗൺസ് ചെയ്തത്. ആൻഡ് കോൺട്രാക്ഷൻസ് ശ്രദ്ധിക്കണം. അപ്പോസ്ട്രോഫി എഴുതുന്ന വേർഡ്സ് നമ്മളിത് ഫുൾ ആക്കണം. For example, the DOES N കഴിഞ്ഞിട്ട് apostrophe T ആണെങ്കിൽ അത് does not അല്ല doesn't. ഓക്കെ. V കഴിഞ്ഞിട്ട് apostrophe VE വരും. WE apostrophe we have അല്ല B. സോ അങ്ങനത്തെ കോൺട്രാക്ഷൻസ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. സോ നമ്മളിത് ഫുൾ ആയിട്ട് പറയില്ല. is N apostrophe T is not isn't aren't haven't അങ്ങനെ ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ പറയേണ്ടത്. അതിന് ഫുൾ ആകത്ത് ഷോർട്ട് ഫോംസ് ശ്രദ്ധിക്കണം, ഇയേഴ്സ് ശ്രദ്ധിച്ചോണം. റേഷ്യോ ആണ് വരുന്നെങ്കിൽ 4:5 3:5 അല്ല പറയേണ്ടത്, 3:5 4:5. ഇയേഴ്സ് ആയാലും ഇമ്പോർട്ടന്റ് ആണ്. 2021 2021 അല്ല 2021 2024. അപ്പം 2003 പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് 2003. 2000
1 to 2010 വരുന്നത് 2001, 2003, 2010 അങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. ആൻഡ് അഗെയിൻ നമ്മൾ ഇപ്പോൾ 14 നമ്പർ 1406 അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ വി ക്യാൻ പ്രൊനൗൺസ് ആസ് 1406. അഗൈൻ 1400 എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? 1400. 1300 1300 ഇങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിടണം റീഡ് അലൗഡ് ചെയ്യാൻ. ആൻഡ് ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ട് വേർഡ്സ് യു ക്യാൻ ഈസിലി സ്കിപ്പ്. ആ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് യു ക്യാൻ ബിക്കോസ് നമ്മളിത് പ്രൊനൗൺസിയേഷൻ അറിയാതെ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യാൻ പോയാൽ നമ്മൾ എങ്ങനായാലും വിൽ ബി എങ്ങനെയായാലും ഇത് തെറ്റിക്കും. വാട്ട് ഹാപ്പൻസ് വിൽ സ്റ്റാർട്ട് ടു ഫംബിൾ. സോ അങ്ങനെ ഫംബിൾ ചെയ്താൽ യു വിൽ ലൂസ് യുവർ മാർക്സ് ഇൻ ഫ്ലുവൻസി. സോ I'm just gonna play this ഒരു read aloud. It's gonna do it for you. So before the preparation time, അതായത് 35 preparation time ഉള്ളപ്പോൾ get ready by reading the passage. Okay, the starting point of Morgan's theory is the experience of time and motion. Time is a reality we experience most directly, but this doesn't mean that we can capture this experience mentally. The past is gone and the future is yet to come. The only reality is the present, which is real through our experience. The starting point of Bergen's theory is the experience of time and motion. Time is a reality we experience most directly, but this doesn't mean that we can capture this experience mentally. The past is gone and the future is yet to come. The only reality is the present, which is real through our experience. Once നമ്മൾ വായിച്ചു കഴിയുമ്പോൾ സബ്മിറ്റ്. നമ്മൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മളിത് എങ്ങനെയാണ് വായിക്കേണ്ടത്? യു ക്യാൻ സ്പ്ലിറ്റ്. അപ്പോൾ ഒരു സെന്റൻസ് ആണെങ്കിൽ യു ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു ഫ്രേസസ്. ഫ്രേസസ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആൻഡ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ വായിക്കുവാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ഒത്തിരി ഫ്ലുവൻസ് ആവും. അതായത് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഒരു ഫ്രേസ് ആയിട്ട് അതിനെ എടുക്കാം. ആ ഫ്രേസ് ഒന്നിച്ചു വായിക്കാം. അങ്ങനെ നമ്മൾ യു ക്യാൻ നമുക്ക് അവിടെ തന്നെ ഒരു ബാർ ഇട്ട് വേണേൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് യു ക്യാൻ കളക്ട് ഒരു ഗ്രൂപ്പ് വേർഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസിലി ടു read. And again, intonations. Lot of intonations. The starting point of Bergen's theory is the experience of time and motion. Intonation. Again, stressing. അതായത് എസ് ഉള്ളത് കുറെ സ്ട്രെസ് ചെയ്യാൻ പറയും, ED ഉള്ളത് സ്ട്രെസ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്യാതെ നോർമലി നമ്മൾ എങ്ങനെ വായിക്കുന്നത് അതേ റീഡ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് Bergen's theory. അത് വേണ്ട theory is the experience of time and motion. Time is the reality we experience most directly. ആ ഒരു punctuations എടുത്ത് നമുക്ക് ചെറിയൊരു pause എടുത്തിട്ട് നമുക്ക് but this does not allow, doesn't mean that we can time ഒരു confusion ഉണ്ട് എങ്ങനെ വായിക്കണം ശരിക്കും. But this means that we can capture this experience mentally. The past is gone ഒരു group of words and the future is yet to come. ആ ഒരു group of words. The only reality is the present, which is real through our experience. Clear ആയിട്ട് നമ്മൾ read aloud പറഞ്ഞത് ക്ലാരിറ്റി ആണ്. അതായത് വേർഡ് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നമുക്ക് റീഡ് അലൗഡിന് ആവശ്യമുള്ളത്. അതായത് ഒരു ആക്സെന്റോ അല്ലാതെ അതിന്റെ പ്രൊനൗൺസിയേഷൻ നേറ്റീവ് സ്പീക്കറിനെ പോലെ പ്രൊനൗൺസ് ചെയ്യാനോ അല്ല. നമുക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. ഡോണ്ട് ലുക്ക് ഫോർ ഇന്റർനേഷൻസ് ഒത്തിരി സ്ട്രെസ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മൾ വായിക്കുന്നത് അത്രയും നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ലൈക്ക് ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ട് വേർഡ്സ് എക്സ്പീരിയൻസ് എങ്ങനെ പ്രൊനൗൺസ്ഡ് ആണെന്ന് ജസ്റ്റ് സ്കിപ്പ്. അല്ലെങ്കിൽ നമ്മൾ വിൽ ബി ഒത്തിരി നമ്മൾ ചിലര് ഇത് വായിക്കാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന വായിക്കുന്നത്. ചിലപ്പോൾ അതിനാണ് പ്രിപ്പറേഷൻ ടൈമിന് മുന്നേ നമ്മൾ വായിച്ച് റെഡി ആയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ടൈമിൽ നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിൽ സ്റ്റാർട്ട് ടു ഹെസിറ്റേറ്റ്, അല്ലെങ്കിൽ ഫംബിൾ ആവും, അല്ലെങ്കിൽ വി പ്രൊനൗൺസ് വേർഡ് 2-3 ടൈംസ്. ഒരു വേർഡിനെ തന്നെ 2-3 പ്രാവശ്യം പ്രൊനൗൺസ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഓഫ് ടൈം ആൻഡ് ടൈം അങ്ങനെ ഒരു സൗണ്ട്, അങ്ങനെ ഒരു ഗ്യാപ്പ് വരുത്തത്, പോസസ് ഒന്നും ഇല്ലാതെ നല്ല ഒരു ഫ്ലോ, ഒരു ഒഴുക്കിൽ അങ്ങനെ വായിച്ചു പോയാൽ you will get marks in read aloud. So these are some
the tips and tricks that you need to understand. Read aloud is very simple. Reading a passage, നമ്മളിപ്പോൾ ഒരു പാസേജ് നമ്മൾ അവിടെ ടൈം നോക്കുമ്പോൾ ലൈക്ക് ആ ഒരു നമ്മൾ ചിലർ 15 സെക്കൻഡ്സിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ ദ ഫ്ലുവൻസിക്ക് യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ പ്രൊനൗൺസിയേഷൻ വരുമ്പോഴത്തേക്ക് യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ് അവിടെ കിട്ടത്തില്ല. അപ്പോൾ പ്രൊനൗൺസിയേഷൻ വിതിൻ കോണ്ടന്റ് അവിടെ കുറച്ച് കോണ്ടന്റ്സ് കളർ. സോ കോണ്ടന്റ് ഫുള്ള് നമ്മൾ വായിച്ചാലും പ്രൊനൗൺസ് ചെയ്തത് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്ത് കൊടുക്കാം. ഓരോ വേർഡും അതിന് പറഞ്ഞ ഒത്തിരി പതുക്കെ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് അങ്ങനെയല്ല. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് the starting point of Bergen's theory is the experience of time and motion. Time and motion. Phrases ആണ്. അപ്പൊ ടൈം ആൻഡ് മോഷൻ എന്ന് പറയുമ്പോൾ ആ വേർഡ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ടൈം ഇസ് എ റിയാലിറ്റി. സോ അത്രയും നമുക്കിപ്പം 2 ലൈനുള്ള പാസേജ് ആണെങ്കിൽ ലെറ്റ് ഫിനിഷ് ഇറ്റ് ഓഫ് 17 seconds. നമുക്ക് സ്പീഡ് ഫോർ ഔട്ട് ഓഫ് 10 ആണെങ്കിൽ നമുക്കൊരു ഒരു 3 ഇതുപോലെ ഒരു 4 ലൈനുള്ള പാസേജ് ആണെങ്കിൽ ഒരു സ്പീഡിലേക്ക് ഒരു 5 ഒരു 6 ഔട്ട് ഓഫ് 10 അത്രയും കൂട്ടാം. അല്ലെങ്കിൽ ഒരു 2 ലൈൻ പാസേജ് ആണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് അപ്പ് ടു ഒരു 7 ഔട്ട് ഓഫ് 10 ഒരു 7 മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ സ്പീഡ് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അക്യുറേറ്റ് ആൻഡ് യു ക്യാൻ ഈസിലി 2 ലൈനൊന്നും അത്രയും നമ്മൾ ടൈം എടുക്കത്തില്ല വായിക്കാൻ. ബട്ട് ഈസിലി then prepare before when you get time, prepare, get ready, but then week start week കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 second ആയോ നോക്കിയിട്ട് വായിക്കാവും. ചിലർ 0 seconds തന്നെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുമാണ് അവിടെ അവർക്ക് മാർക്ക് കിട്ടാതെ വരുന്നത്. ആൻഡ് ദെൻ പ്രാക്ടീസ് ഇൻ a noisy environment so that you'll get easily adapt. അപ്പൊ നിങ്ങൾക്ക് ഒരു അവരുടെ എക്സാമിന് പോലെ ഒരു സർപ്രൈസ് ആയിരിക്കത്തില്ല. കാരണം എന്ത് ഇത്രയും സൗണ്ട് ആണെന്നുള്ളത് നമ്മൾ അതൊന്നും വിൽ നോട്ട് മൈൻഡ്. അപ്പൊ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ റീഡ് അലൗഡ് ഇപ്പൊ എത്ര പേര് അവിടെ സൗണ്ട് ഉണ്ടാക്കി തന്നാലും നമ്മുടെ മൈക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വോയിസ് റെക്കോർഡ് ആവാനാണ്. സോ നമ്മുടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റീഡ് അലൗഡ് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന പാസേജ് മാത്രമേ അത് റെക്കോർഡ് ആവത്തുള്ളൂ. സോ നമ്മളിത് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് വോയിസ് റെക്കോർഡ് ആവുന്നത്. സോ നമ്മൾ വൺസ് ലൈക്ക് അത് റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ സ്റ്റോപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോഴ്സ് നമ്മൾ വെച്ചേക്കുന്നത് നേരെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. Go for the next person and you can do read aloud like this. And this is how you have to read aloud. And if you still have any queries or any doubts to read aloud, you just contact us and they have been providing online coaching. For more details, you can contact us. I'll provide the contact number. Again, I'll be coming with the next video of some tips and tricks. So see you in the next video. Until then, thank you.